നമസ്കാരം സുഹൃത്തുക്കളെ. രാവിലെ സോഷ്യൽ മീഡിയ തുറന്നത് തന്നെ വളരെ വിഷമിപ്പിക്കുന്ന ഞെട്ടിക്കുന്ന ഒരു വാർത്ത കണ്ടുകൊണ്ടാണ്. അതായത് ചെന്നിത്തല നവോദയയിൽ ഒരു ആൺകുട്ടി ആത്മഹത്യ ചെയ്തു. ഒരു 4-5 മാസം മുമ്പ് ഇതേ സ്കൂളിൽ തന്നെ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അന്വേഷിക്കേണ്ട കാര്യം തന്നെയാണ്. വിശദമായ അന്വേഷണം ആവശ്യമാണ്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരേ സ്കൂളിൽ തന്നെ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുവെന്ന് അന്വേഷിക്കേണ്ട കാര്യം തന്നെയാണ്. ഇത് ഞാൻ എന്തുകൊണ്ട് പറയുന്നു എന്ന് നിങ്ങൾ ചോദിച്ചാൽ, എൻ്റെ 2 ആൺമക്കളും എൻ്റെ 2 കുട്ടികളും നവോദയ സ്കൂളിലെ സ്റ്റുഡൻസാണ്. ഒരാളിപ്പം ഇറങ്ങിയിട്ട് 3 വർഷമേ ഉള്ളൂ. അവൻ ഡിഗ്രി ഫൈനൽ എക്സാം പ്രിപ്പയർ ചെയ്യുന്നു. രണ്ടാമത്തെ ആൾ അതേ സ്കൂളിൽ വെച്ചുച്ചിറ നവോദയ സ്കൂളിലാണ്, പത്തനംതിട്ട ജില്ലയുടെ വെച്ചുച്ചിറ നവോദയയിലാണ്. അപ്പോൾ അവിടെയാണ് അവന് +1 ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പലപ്പോഴും ഞാനിപ്പോൾ എൻ്റെ മൂത്ത മോനോടൊപ്പം ഞാൻ ഇതിൻ്റെ കമൻറ്റ് സെക്ഷൻ വായിക്കുമ്പോൾ പലരും അച്ഛനെയും അമ്മയും അവരുടെ പേരൻസിനെ വല്ലാതെ ഹരാസ് ചെയ്യുകയും ചീത്ത വിളിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് എനിക്കത് കാണാൻ സാധിച്ചത്. അത് എനിക്ക് വളരെയധികം വിഷമം ഉണ്ടാക്കി. കാരണം മക്കളോട് സ്നേഹമില്ലാത്തതുകൊണ്ടാണെന്നും അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് രീതിയിലുള്ള ഹരാസ്മെൻ്റാണ് അതിനകത്ത് കാണാൻ സാധിക്കുന്നത്. എന്നെ സംബന്ധിച്ച് എൻ്റെ തൊട്ടടുത്തുള്ള സ്കൂളിൽ തൊട്ടടുത്ത് നമുക്ക് വിടാൻ പറ്റുന്ന വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നല്ല സ്കൂളുകളില്ലെന്നല്ല, പക്ഷേങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് തന്നെയാണ്. പിന്നെ ഓരോ ജില്ലയിലും മികച്ച കുട്ടികളെ അവരെ ടെസ്റ്റ് നടത്തിയെടുക്കുന്ന ഒരു സ്കൂൾ ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ സ്കൂളിൽ വിടാനായിട്ട് അവനെ. ആദ്യത്തെ മൂത്ത ആളത് പ്രിപ്പയർ ചെയ്തിട്ടൊന്നുമല്ല, അവന് സ്വാഭാവികമായിട്ടും കിട്ടിയതാണ്. രണ്ടാമത്തെ ആൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ പോയി എഴുതി കിട്ടിയതാണ്. അവർ പോകണം എന്ന് അവൻ്റെ വാശി കൊണ്ട് തന്നെയാണ് ഞങ്ങൾ രണ്ടാമത്തെ ആളെ വിട്ടത്, അല്ല ഞങ്ങൾ ഉദ്ദേശിച്ച് വിട്ടതല്ല. അപ്പം ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ 4 പേര് നവോദയൻസാണ്. അപ്പം ഞാൻ എൻ്റെ മോനോട് ഇപ്പോൾ ചെന്ന് ചോദിക്കുകയായിരുന്നു, നിന്നെ ഞങ്ങൾ ഉന്തി വിട്ടതാണെന്നോ അല്ലെങ്കിൽ നിനക്ക് അവിടെ പഠിക്കണ്ടായിരുന്നു എന്നോ എന്തെങ്കിലും തോന്നിയെന്ന് ചോദിച്ചപ്പോൾ അവൻ നീ ഹാപ്പിയാണോ എന്ന് ഞാൻ കൃത്യമായിട്ട് ചോദിച്ചു. അപ്പം ഒരു പേരൻ്റ് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മകൻ അവിടെയാണ് പഠിച്ചത്, അവന് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, അതൊന്നും പ്രശ്നമുണ്ട്. അപ്പം അതിനകത്ത് വന്ന് അവർ കമൻറ്റ് ചെയ്തിരിക്കുന്നു, കൊച്ചിനോട് ചെന്ന് ചോദിക്കുക, എന്നിട്ട് അവൻ പറയുമെന്നൊക്കെ. അപ്പം ഞാനിപ്പം ശരിയാണ്, നമ്മൾ അവരോട് ചോദിച്ചെങ്കിലല്ലേ അറിയുള്ളൂ. അപ്പം ഞാൻ ഇവരോട് വിശദമായിട്ട് കുറേ നേരം ചോദിച്ചു, എടാ എന്തെങ്കിലും പ്രശ്നം നിനക്ക് അവിടെ ഉണ്ടായിരുന്നോ, നിനക്ക് അവിടെ വിട്ടതിൽ ഞങ്ങളോട് ദേഷ്യമുണ്ടോ? ഇല്ല, കാരണം അവൻ അതിൻ്റെ പ്രിവിലേജസ് അനുഭവിക്കുന്ന ആളാണ്. കാരണം നവോദയയിൽ പഠിച്ചിറങ്ങിയതിൻ്റെ ഒരു പ്രിവിലേജ് അവൻ അനുഭവിക്കുന്ന ആളാണ്. CBSEയിലെ ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്ന സ്ഥാപനം തന്നെയാണ് നവോദയ സ്കൂൾ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറ്റ് സ്കൂളുകളൊന്നും മോശമാണെന്ന് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെയല്ല ഞാൻ പറയുന്നത്. സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഫീസ് അല്ലാതെ ഒരുപാട് ഫീസ് കൊടുത്ത് പഠിപ്പിക്കേണ്ട സ്കൂളുകളാണ് മിക്ക നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഈ പറഞ്ഞ പോലെ CBSE സ്കൂളുകൾ. അവിടെ വിടാൻ സാധിക്കാത്ത മിടുക്കരായ കുട്ടികൾക്ക് ഗവൺമെൻറ് ചിലവിൽ പഠിക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥാപനം തന്നെയാണ് ഈ നവോദയ സ്കൂൾ എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേങ്കിൽ പല സ്പീഡുകളിൽ നിന്നും പല സാഹചര്യങ്ങളിൽ നിന്നും പല പ്രശ്നങ്ങളുമായിട്ട് വരുന്ന കുട്ടികളെല്ലാം കൂടി ഒത്തുകൂടുന്ന ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ അവരവരുടെ ഫ്രസ്ട്രേഷൻസും കാര്യങ്ങളും ഒക്കെ അവിടെ തീർക്കുന്നുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാൻ സാധിക്കുന്ന കാര്യം തന്നെയാണ്. അതൊന്നും നമ്മൾ മറച്ചു വയ്ക്കുന്ന കാര്യങ്ങളല്ല. എല്ലായിടത്തും ക്യാമറയും, അവരുടെ ഡോർമെട്രി ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ക്യാമറ നിരീക്ഷണത്തിലും ഒക്കെ തന്നെയാണ്. പിന്നെ എല്ലാ സാറുമാരും നല്ലതാണെന്ന് ഒന്നും ഞാൻ പറയത്തില്ല. കാരണം എല്ലാ തരത്തിലുള്ള ടീച്ചേഴ്സിനെയും എല്ലാ തരത്തിലുള്ള ആൾക്കാരെയും ഞാൻ ഇത്രയും വർഷങ്ങൾ കൊണ്ട് കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ആധികാരികമായിട്ട് തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. വളരെ കുട്ടികളുമായിട്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചേഴ്സുണ്ട്, വളരെ അഡാമൻ്റായിട്ട് പെരുമാറുന്ന ടീച്ചേഴ്സും ഉണ്ട് ഒരേ സ്കൂളിൽ തന്നെ. അത് ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അതിപ്പോൾ നമ്മുടെ നവോദയ സ്കൂളിൽ തന്നെയുള്ള നമ്മൾ പഠിച്ച തൊട്ടടുത്തുള്ള സ്കൂളുകളിലൊക്കെ ഉണ്ട് അങ്ങനത്തുള്ള ടീച്ചേഴ്സ്. പിന്നെ ഓരോ കുട്ടികളുടെയും മാനസികാവസ്ഥ പ്രത്യേകമാണ്. പിന്നെ മാറേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം 1-2 കുട്ടികളുള്ള വീട്ടിൽ നിന്നാണ് ഇപ്പോൾ ഈ നവോദയയിലേക്ക് കുട്ടികൾ വരുന്നത്. അവരത് അത്രയും നാളും അവരെ സകല സുഖലോലുപയും അനുഭവിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ചട്ടക്കൂടിനകത്തോട്ട് തന്നെയാണ് അവരെത്തുന്നത്. പക്ഷേ എങ്കിൽ അവിടെ പഠിച്ചിരുന്ന കുട്ടികൾ മോശക്കാരായി പോവില്ല. കാരണം 12 വയസ്സ് അവരുടെ ആ ഒരു ഈ പറഞ്ഞ പോലെ സ്വഭാവ രൂപീകരണ സമയത്ത് അവർ മറ്റ് കാര്യങ്ങളിലേക്കൊന്നും ഇപ്പോൾ കഞ്ചാവോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പോവില്ല എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ അങ്ങോട്ട് അയക്കുന്നത്. ഒരു പരിധി വരെ അത് ശരിയുമാണ്. പക്ഷേ ചില സമയത്ത് അതൊന്നും ശരിയല്ലാതെയും വരാറുണ്ട്. കാരണം ഒരു പരിധിയിൽ കൂടുതലൊന്നും ഇവരുടെ കൂടെ ഓരോ ടീച്ചേഴ്സിനും പോയിരിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ അവരുടെ ഡോർമെട്രി ഒഴിച്ച് മറ്റെല്ലായിടത്തും ഈ പറഞ്ഞ പോലെ PMC പദ്ധതിയൊക്കെ വന്നുകൊണ്ട് തന്നെ ക്യാമറ നിരീക്ഷണത്തിലാണ്. അവരെന്തൊന്ന് അനങ്ങിയാൽ തന്നെ അവിടെ പ്രിൻസിപ്പളിനോ അല്ലെങ്കിൽ കാര്യങ്ങൾ അറിയാനുള്ള സംവിധാനമൊക്കെ ഇപ്പോഴുണ്ട് എന്നത് സത്യം തന്നെയാണ്. പക്ഷേ എന്താണ് ഈ കുട്ടിക്ക് പറ്റിയെന്ന് അന്വേഷിക്കേണ്ട കാര്യം തന്നെയാണ്. നമ്മൾ എന്ത് പറഞ്ഞാലും ഇപ്പോൾ സിദ്ധാർത്ഥിൻ്റെ കാര്യമാണെങ്കിലും കഴിഞ്ഞ ദിവസം പഠിച്ച ഹരികൃഷ്ണൻ്റെ കാര്യമാണെങ്കിലും ഏതൊരു കുട്ടിയും ആയിക്കോട്ടെ, അച്ഛനും അമ്മയും ഇരിക്കുമ്പോൾ ഒരു കുട്ടി മരിക്കുക എന്ന് പറയുന്നത് അവരുടെ ആയുഷ്കാലം അവർ നീറി കഴിയാനുള്ളൊരവസ്ഥ ഉണ്ടാവുകയാണ്. അത് എന്ത് കാരണം ആണെങ്കിലും അതിനെ ഒന്നും നമുക്ക് ന്യായീകരിക്കാൻ സാധിക്കുന്ന കാര്യങ്ങളല്ല. പക്ഷേ എന്നിരുന്നാലും ഒരു സ്കൂളിനെ അടച്ചാക്ഷേപിക്കുന്നത്, എല്ലാ സ്കൂളുകളെയും അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല എന്ന് തന്നെയാണ്. കാരണം ആ പേരൻസ് ഒന്നും അത്ര മോശക്കാരായതുകൊണ്ടൊന്നുമല്ല അവരുടെ എൻ്റെ കുട്ടിയൊക്കെ നല്ല വിദ്യാഭ്യാസം കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഓരോ കുട്ടികളെയും സ്കൂളിലേക്ക് വിടുന്നത്.
ഞാൻ 10ാം ക്ലാസ് ആയപ്പം രണ്ടാമത്തെ മൂത്ത ആളിങ്ങ് പോന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആവുന്ന എൻ്റെ ഇളയ മോനോട് ഞാൻ പറഞ്ഞു, എടാ ഇനി ഇത്രയും ദൂരം ഒന്നും എനിക്ക് യാത്ര ചെയ്ത് വരാൻ വയ്യ, നിന്നെ ഇവിടെങ്ങാനും ഒരു സ്കൂളിൽ +1 ഞാൻ ചേർക്കട്ടെ എന്ന് ഞാൻ കയ്യും കാലും പിടിച്ച് ചോദിച്ചതാണ് അവനോട്. അവൻ വരാൻ തയ്യാറല്ല, അവൻ ഒരു കാര്യത്തിലും വരാൻ തയ്യാറല്ല എന്നുള്ളതാണ് തന്നെയാണ് സത്യം. ഞാൻ സത്യമായിട്ടും അവരോട് പറഞ്ഞാണ്, എടാ ഇനി ഒരാൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത്രയും ദൂരം യാത്ര ചെയ്യേണ്ടേ, എല്ലാ സെക്കൻഡ് സാറ്റർഡേ വരണം, അല്ലെങ്കിൽ നീ വിളിക്കുമ്പോഴൊക്കെ വരണം, ഞാൻ എത്ര കിലോമീറ്റർ 10-30 കിലോമീറ്റർ കൂടുതലുണ്ട് എനിക്ക് ഇവിടുന്ന് വെച്ചിട്ട് വരെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്, എനിക്ക് വയ്യ, നമുക്ക് ഇവിടെങ്ങാനും +1 അഡ്മിഷൻ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞതാണ്. 80% മാർക്ക് 10ാം ക്ലാസ്സിൽ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അഡ്മിഷൻ എടുക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവൻ വരാൻ തയ്യാറായില്ല, അതാണ് വാസ്തവം. അല്ലാതെ ഞങ്ങൾ അവിടെ കൊണ്ട് തള്ളിയിട്ട് പോകുന്നതോ ഒന്നുമല്ല. അവിടുത്തെ പേരൻസ്, ഇഷ്ടമില്ലാത്ത പേരൻസ് ഉണ്ട്, അവരൊക്കെ കുട്ടികളെ തിരിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ചില മിക്ക കുട്ടികൾ പിന്നെ ഈ പറഞ്ഞ എൻട്രൻസിൻ്റെ ആവശ്യമായിട്ടൊക്കെയുള്ള കുട്ടികളുണ്ടെങ്കിൽ അങ്ങനെ സൗകര്യങ്ങൾ അവിടെ കുറവായതുകൊണ്ട് 10ാം ക്ലാസ് കഴിയുമ്പോൾ മാറ്റുന്ന കുട്ടികളുണ്ട്. അങ്ങനെ ഒരുപാട് എല്ലാ രീതിയിലുമുള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ തന്നെയാണ്. അവിടെ വലിപ്പച്ചെറുപ്പമൊന്നുമില്ല. ടീച്ചേഴ്സിന് അങ്ങനെ ഈ പറഞ്ഞ പോലെ വേർതിരിവൊന്നും കാണിച്ചായിട്ട് എനിക്ക് ഇത്രയും വർഷത്തെ അനുഭവത്തിൽ എനിക്കില്ല. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാ ടീച്ചേഴ്സും നല്ലതാണെന്നോ എല്ലാ കാര്യങ്ങളും നല്ലതാണെന്നോ ഒന്നും ഞാൻ പറയില്ല. കാലത്തിനനുസരിച്ച് മാറ്റമുണ്ടാണ്. ഈ പറഞ്ഞ പോലെ 1-2 കുട്ടികളുള്ള വീട്ടിൽ നിന്നാണ് നമ്മളെ കുഞ്ഞുങ്ങളെ കൊണ്ടുവിടുന്നത്. അപ്പം വല്ലപ്പോഴുമൊക്കെ ഈ സെക്കൻഡ് സാറ്റർഡേ എന്നുള്ള ഒരു ദിവസം മാത്രം മാറ്റി വെച്ചിട്ട് ഇടയ്ക്കൊക്കെ കുട്ടികളെ ചെന്ന് കാണാനും നമുക്ക് അവരോട് സംവാദിക്കാനും അല്ലെങ്കിൽ അത്യാവശ്യം ഒന്ന് പുറത്ത് കൊണ്ടുപോയി ഒന്ന് ആഹാരം മേടിച്ച് കൊടുക്കാനും ഒക്കെയുള്ള അവസരം ഉണ്ടാക്കണം. അങ്ങനെ പറയുമ്പോൾ അവർ പറയുന്നത് പുറത്തൊക്കെ കൊണ്ടുപോയി നിങ്ങൾ ആഹാരം കൊടുത്തു കഴിയുമ്പം ഈ പറഞ്ഞ പോലെ അവരുടെ മെസ്സിലെ ആഹാരം വേസ്റ്റ് ആകും. അത് ഒന്നാമത്തെ കാര്യം. അതേപോലെ തന്നെ പുറത്തുനിന്ന് നിങ്ങൾ ആഹാരം കൊടുത്തിട്ട് വരുമ്പോൾ അതിനെന്തെങ്കിലും ഒരു ഈ പറഞ്ഞ പോലെ വലിയ അസുഖമോ എല്ലെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാലും ഇവർക്കേ പ്രശ്നം വരുള്ളൂ. അങ്ങനത്തൊക്കെ ശരി തന്നെയാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോകുന്ന ആഹാരമൊക്കെ ഒന്ന് കൊടുക്കാനൊക്കെയുള്ള ചെല്ലപ്പോഴുമെങ്കിലും അങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ എല്ലാവരും അങ്ങ് ചെല്ലും എന്നുള്ളതാണ്. ഇത്രയും 500 കുട്ടികൾ കൂടുതൽ പഠിക്കുന്നതാണ്, അതൊക്കെയാണ് അവരുടെ പ്രശ്നങ്ങൾ. അപ്പം അതാണ് ഒരു ദിവസത്തേക്ക് വെച്ചിരിക്കുന്നത്. എന്നാലും വല്ലപ്പോഴും ആഹാരം ഒന്നും കൊണ്ട് കൊടുത്തില്ലെങ്കിൽ കുട്ടികളെ ഒന്ന് കണ്ട് അവരോട് സംസാരിക്കാനും അല്ലെങ്കിൽ വല്ലപ്പോഴും ഈ എക്സാം സമയത്ത് അതിൻ്റെ ആ ഒരു ചൂടിൽ നിന്നൊക്കെ ഒന്ന് മാറ്റി നിർത്താനും ഒക്കെയുള്ള അവസരം കുറച്ചുകൂടി കൂടുതലായിട്ട് ഉണ്ടാക്കി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇന്നത്തെ കാലത്ത് എന്നുള്ള കാര്യത്തിൽ വ്യത്യാസമൊന്നുമില്ല. ഞാനും ആ അഭിപ്രായക്കാരി തന്നെയാണ്. പക്ഷേങ്കിൽ ഈ മരണം ന്യായീകരിക്കാൻ പറ്റുന്ന ഒന്നുമല്ല. ഒരാൾക്ക് ഒരു വീട്ടിലെ ഒരു കുഞ്ഞ് പോകുമ്പോൾ അവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ അവർക്കുണ്ടാകുന്ന വേദന എത്രമാത്രമാണെന്ന്. നമ്മൾ എത്ര ഘോരം പ്രസംഗിച്ചാലും നമുക്ക് അവരുടെ വേദനയെ ഒരു തരത്തിലും ന്യായീകരിക്കാനോ ഒരു തരത്തിലും നമുക്ക് അവരുടെ വേദന ഈ പറഞ്ഞ പോലെ കുറയ്ക്കാനോ അല്ലെങ്കിൽ ആ വേദന ഇത്ര മാത്രമേ ഉള്ളൂ എന്നൊന്നും പറയാൻ നമുക്ക് സാധിക്കില്ല. അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ ആ വേദന എത്ര എന്ന് മനസ്സിലാവുള്ളൂ. ഇപ്പം നമ്മുടെ മകനെ ഒരാൾ ഒരു അടി തരുകയോ അല്ലെങ്കിൽ എന്നെ ഉപദ്രവിച്ചു എന്ന് കേട്ടാൽ പോലും നമുക്കത് സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അങ്ങനെ അടിക്കാനോ തല്ലാനോ കൊല്ലാനോ ഒന്നുമല്ല നമ്മൾ നമ്മുടെ കുട്ടികളെ വളർത്തുന്നത്. നമ്മൾ ആ രീതിയിലല്ല നമ്മുടെ കുട്ടികളെ പറഞ്ഞും വിടുന്നത്. ഒരാളെയും ഉപദ്രവിക്കലെന്നൊക്കെ പറഞ്ഞാൽ, പക്ഷേ കുട്ടികളുടെ സ്വഭാവ രൂപീകരണം ഈ 14 തൊട്ട് 18 വയസ്സ് അല്ലെ 20 വയസ്സ് വരെയുള്ള പ്രായം എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ഏജ് തന്നെയാണ്. കാരണം അവരുടെ സ്വഭാവ രൂപീകരണം പല കുട്ടികളും പല രീതിയിലാണ് ആ ഹോർമോൺ ചേഞ്ചസിൽ പ്രതികരിക്കുന്നതും അവരുടെ ഈ പറഞ്ഞ പോലെ റിയാക്ഷൻസും ഒക്കെ. ചില പിള്ളേർക്ക് പ്രേമമായിരിക്കും, ചില പിള്ളേർക്ക് അഗ്രസീവ്നെസ് ആയിരിക്കും, പല രീതിയിലാണ് അവർ പ്രതികരിക്കുന്നത്. ഇപ്പം നമ്മൾ ഡോക്ടർമാരോട് ചോദിച്ചാൽ തന്നെ അറിയാം ആ സമയത്ത് അവർക്കുണ്ടാകുന്ന വ്യത്യാസങ്ങൾ പലതാണ്. അപ്പോൾ അത് ടീച്ചേഴ്സും പേരൻസും ഒക്കെ തന്നെ മനസ്സിലാക്കി വേണം പെരുമാറാൻ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഇത് എന്താണെന്ന് ഇപ്പോൾ ഈ സ്കൂളിൽ നടന്നത് എന്താണെന്ന് അന്വേഷിക്കുക തന്നെ വേണം. പേരൻസിൻ്റെ കൂടെ തന്നെയാണ് നമ്മളെല്ലാവരും നിൽക്കേണ്ടത്. ഒരാൾ നിർബന്ധിച്ച് തള്ളിവിടുന്നതോ അല്ലെങ്കിൽ പിള്ളേരുടെ ശല്യം കളയാൻ വേണ്ടിയിട്ട് കൊണ്ടുവിടുന്ന സ്കൂളൊന്നും അല്ല നവോദയ. എല്ലാ പേരൻസിനെ പോലെ സ്നേഹിച്ച് തന്നെയാണ് അവരെയും വളർത്തുന്നതെന്ന് ഈ പറയുന്നവർ ഒന്ന് മനസ്സിലാക്കിയേ കൊള്ളാം. കാരണം ആരും അവരെ കൊണ്ട് ചുമ്മാ തള്ളിവിടുന്നതല്ല, നമ്മളൊക്കെ സ്നേഹിച്ച് തന്നെയാണ് പിള്ളേരെ വളർത്തുന്നത്. അത്രയോളം എനിക്ക് പറയാം.